എല്ലാവർക്കും നമസ്കാരം. ഹനുമാൻ ചാലിസ പഠനം 10-ാം ദിവസം. ജയ് ശ്രീരാം. ഓം ഹം ഹനുമതേ നമഃ. അഷ്ടസിദ്ധി നവനിധിക്കേ ദാത അസുബരുദീന് ജാനകി മാത. ജാനകി ദേവി അങ്ങേക്ക് അഷ്ടസിദ്ധികളും നവനിധികളും വരദാനം ചെയ്തല്ലോ. ഇവിടെ തുളസീദാസ് എഴുതിയ ശ്രീരാംചരിത് മാനസ്, ഹിന്ദി രാമായണമായ രാംചരിത് മാനസിൽ തുളസീദാസ് ഹനുമാനെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതാണ് 40 ഈരടികൾ. ആ 40 ഈരടികളാണ് ഹനുമാൻ ചാലിസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ന് 30-ാമത്തെ ഈരടികളാണ്. ഇന്ന് 31-ാമത്തെ ഈരടികൾ. അഷ്ടസിദ്ധി നവനിധിക്കേ ദാത അസുബരുദീന് ജാനകി മാത. ജാനകി ദേവി അങ്ങേക്ക് അഷ്ടസിദ്ധികളും നവനിധികളും വരദാനം ചെയ്തുവല്ലോ. അപ്പോൾ ജാനകി മാതാവെന്ന് വെച്ചാൽ സീതാദേവിക്ക് അങ്ങേക്ക് അഷ്ടസിദ്ധികളും നവനിധികളും നൽകി അനുഗ്രഹിച്ചല്ലോ. അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാശ്യം, പ്രാകാശ്യം എന്നിവയാണ് ഐശ്വര്യ സിദ്ധികൾ. ഇതെല്ലാം സീതാദേവി അങ്ങേക്ക് ഹനുമാൻ സ്വാമിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇനിയും മഹാപത്മം, പത്മം, ശംഖം, മകരം, കചശപം, മുകുന്ദം, കുന്ദം, നീലം, ചർച്ചം എന്നിവയാണ് നവനിധികൾ. അപ്പം അണിമ, മഹിമ, ലഹിമ തുടങ്ങിയ ഐശ്വര്യങ്ങളും മഹാപത്മം, പത്മം, ശംഖം മുതലായ നവനിധികളും കൊടുത്ത് ജാനകി മാതാവ് സീതാദേവി ഹനുമാനെ അനുഗ്രഹിച്ചുവല്ലോ എന്നാണ് പറഞ്ഞത്. അടുത്തത് 32-ാമത്തെ ശ്ലോകം. രാമരസായന് തുമരേ പാസ സദാ രഘോ രഘുപതിക്കേ ദാസ. രാമരസായന് തുമരേ പാസ സദാ രാമരസായന് തുമരേ പാസ സദാ രഘോ രഘുപതിക്കേ ദാസ. അങ്ങയെ ഭജിക്കുന്നവർക്ക് സദാ രഘുപതിയുടെ ദാസനായി വർത്തിക്കുന്ന അങ്ങേക്ക് ശ്രീരാമഭക്തി എന്ന രസായനം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അങ്ങയെ ഭജിക്കുന്നവർക്ക്, അതായത് ഹനുമാനെ ഭജിക്കുന്നവർക്ക് എപ്പോഴും രഘുപതിയുടെ ദാസനായി വർത്തിക്കുന്ന രഘുപതി ശ്രീരാമചന്ദ്രൻ, ദാസനായി വർത്തിക്കുന്ന അങ്ങേക്ക് ശ്രീരാമഭക്തി എന്ന രസായനം നൽകി അനുഗ്രഹിക്കുന്നു. അതായത് ശ്രീരാമഭക്തി എന്ന രസായനം അങ്ങയുടെ കൈവശമാണ്. അങ്ങ് അത് സദാ രഘുപതിയുടെ ദാസനാണല്ലോ. അപ്പം അങ്ങയെ ഭജിക്കുന്നവർക്ക്, ഹനുമാനെ ഭജിക്കുന്നവർക്ക് ഹനുമാൻ എന്ത് കൊടുക്കുന്നു? ശ്രീരാമഭക്തി എന്ന രസായനം നൽകി അനുഗ്രഹിക്കുന്നു. അടുത്തത് തുമരേ ഭജന് രാമകോ പാവൈ ജനമ ജനമക്കേ ദുഃഖ ബിസരാവേ. തുമരേ ഭജന് രാമകോ പാവൈ ജനമ ജനമക്കേ ദുഃഖ ബിസരാവേ. അങ്ങയെ ഭജിക്കുന്നതിലൂടെ രാമഭക്തി, ഈശ്വര സാക്ഷാത്കാരം നേടാം. ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടാം. ഹനുമാനെ ഭജിക്കുന്നതിലൂടെ രാമഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം നേടാം. ജന്മജന്മാന്തരങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മുക്തിയും നേടാം. അങ്ങയെ ഭജിക്കുന്നവരോട് രാമസന്നിധി പോകാനും അങ്ങനെ ജന്മജന്മാന്തര മുക്തി പ്രാപ്തമാക്കാനും സാധിക്കും. അടുത്തത് 34-ാമത്തെ ഈരടിയാണ്. അന്ധകാല രഘുവര പുരിജായി ജഹാൻ ജന്മഹരി ഭക്ത് കഹായി. അന്ധകാല രഘുവര പുരിജായി ജഹാം ജന്മ ഹരി ഭക്ത് കഹായി. ജീവിതാന്ത്യത്തിൽ വൈകുണ്ഠപ്രാപ്തനായി വിഷ്ണു ഭക്തനായി കഴിയാം. അപ്പം എന്താണ്? ഹനുമാനെ സേവിച്ചാൽ ജീവിതാന്ത്യത്തിൽ ശ്രീരാമസന്നിധി പോകാനും വിഷ്ണു ഭക്തനായി തീരാനും സാധിക്കും. അപ്പോൾ ഇവിടെ വിഷ്ണു ഭക്തൻ ശ്രീരാമൻ വിഷ്ണു ആണല്ലോ. അപ്പോൾ ജീവിതാവസാനത്തിൽ ശ്രീരാമസന്നിധി പോകാനും, അതായത് വിഷ്ണു ലോകപ്രാപ്തി നേടാനും വിഷ്ണു ഭക്തനായി തീരാനും ഈ ഹനുമാൻ ചാലിസ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ജപിച്ചാൽ മതി. അതോടെ എന്താണ്? ഈ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും നേടാൻ പറ്റാത്തതായിട്ടില്ല. എല്ലാം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കും. ശ്രീരാമചന്ദ്രൻ്റെ സേവകനായ, ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനായ, സീതാദേവിയുടെ മകനായ
അപ്പം സീതാദേവി മകനെ പോലെയാണ് ഹനുമാനെ കാണുന്നത്. അപ്പം ഏറ്റവും പ്രിയനായ ശ്രീരാമചന്ദ്രനും സീതാദേവിക്ക് ഏറ്റവും പ്രിയനായ ഹനുമാൻ സ്വാമിയെ, ഹനുമാനെ പ്രാർത്ഥിച്ചാൽ, ഹനുമാനെ ജപിച്ചാൽ, ഹനുമാനെ സദാ ഓർത്താൽ നമുക്ക് എന്താണ് വിഷ്ണു ലോകം ലഭിക്കും. അഭീഷ്ട സിദ്ധികൾ സാധിക്കും. സർവകാര്യസിദ്ധിയാണ് ഹനുമാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. കാര്യസിദ്ധി നടത്തുന്ന ആളാണ്. കാര്യസിദ്ധി നടത്തുന്ന ഭഗവാനാണ്. എല്ലാ ഭഗവാന്മാരും കാര്യസിദ്ധി നടത്തുന്നവരാണ്, നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ഇവിടെ ഹനുമാൻ വായുവേഗത്തിലാണ് പരമേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും എല്ലാം അനുഗ്രഹം കിട്ടിയ ഹനുമാൻ വായുവേഗത്തിൽ വന്ന് എല്ലാവരുടെയും സങ്കടങ്ങൾ തീർക്കുകയും പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ നമുക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ശ്രീരാം.